നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചികിത്സയോടനുബന്ധിച്ച് നാളെ ഒരു പൂജയുണ്ട്. അഗ്നിപ്രവേശ പൂജ. ഇതൊരു കർമ്മമാണ്. ശ്യാമയ്ക്ക് ചികിത്സ നടക്കുമ്പോ ഞാൻ അഗ്നിപ്രവേശ പൂജ ചെയ്യണം. ഒന്ന് തെളിച്ചു പറ മോനെ, എന്താ ഈ പൂജ? ബാക്കി കാര്യങ്ങളൊക്കെ വൈദ്യര് നാളെ പറയും. പക്ഷേ ഒരു കാര്യം വൈദ്യർ അറിയിച്ചിട്ടുണ്ട്. ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു പൂജയാണ്. അഗ്നിപ്രവേശ പൂജ നടത്തുന്ന ആളുടെ ജീവന് എന്തും സംഭവിക്കാം. അയ്യോ മോനെ, അങ്ങനെയാണെങ്കിൽ അത് വേണോ? വേണം, അത് എന്തായാലും വേണം. ശ്യാമ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. എന്റെ ജീവന് അവിടെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. മോനെ, ശ്യാമ പേടിച്ചിരിക്കുക. ശ്യാമയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം പേടിയുണ്ട്. ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുക എന്നുള്ള പ്രധാന കാര്യം തന്നെയാ. പക്ഷെ അതുപോലെ തന്നെ പ്രധാനമാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കിമോനും. ആരും എന്നെ തടയരുത്. എനിക്ക് ആ പൂജ ചെയ്തേ പറ്റൂ. അഗ്നിപ്രവേശ പൂജ ചെയ്താൽ 100% അപകടമെന്നല്ല വൈദ്യര് പറഞ്ഞത്. ചിലപ്പോ അപകടം സംഭവിച്ചേക്കാം. അങ്ങനൊരു ആപത്ത് വന്നാൽ അത് ചെറിയ ആപത്തായിരിക്കില്ല. ഒരുപക്ഷെ മരണം തന്നെ. അത് കൊള്ളാം. അങ്ങനെ വായ പൊത്തിന്നും പറഞ്ഞ് ഈ മരിക്കേണ്ടവര് മരിക്കാതിരിക്കോ? ശ്യാമ, ഇനി എന്തൊക്കെയായാലും ഞാൻ തീരുമാനം മാറ്റില്ല. അതുകൊണ്ട് ആരും എന്നെ പിന്മാറാൻ നിർബന്ധിക്കരുത്. നാളെ ഭഗവാൻ തീരുമാനിക്കും ഭൂമിയിൽ ഏതാണ് നിലനിൽക്കേണ്ടതെന്ന്. ഒന്നുകിൽ ശ്യാമയുടെ ശബ്ദം, അല്ലെങ്കിൽ ഞാൻ. മോള് നാളെ ചികിത്സയ്ക്ക് വരില്ലെന്നാ മോനെ പറയുന്നേ. ശ്യാമ വരണം. ശ്യാമ വന്നേ തീരൂ. ഇത് ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാ. ശ്യാമയുടെ ചികിത്സ നാളെ തുടങ്ങും. എനിക്ക് ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.